വെൽക്കം ബാക്ക് ചാനൽ എക്സ്പ്ലോറിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ 4 മണിക്ക് സ്കൂളൊക്കെ വിട്ട് 4:30ക്ക് സ്കൂളൊക്കെ വിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ പഠിച്ചു കുറച്ച് നേരം പഠിച്ചു. അപ്പം പിന്നെ ഞാൻ പഠിച്ചു, അമ്മ വന്നിട്ട് ഒരു വട്ടയപ്പം ഉണ്ടാക്കാൻ കഴിച്ചു. പിന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു. അപ്പം അച്ഛൻ വന്നപ്പോൾ നെയ്മീൻ കൊണ്ടുവന്നായിരുന്നു. അപ്പം അമ്മ നെയ്മീൻ വെട്ടുവാണ്. അപ്പം അമ്മ നെയ്മീൻ വെട്ടുമ്പോൾ അപ്പം ഞാൻ അടുക്കള പരിചയപ്പെടുത്തി തരാം. ഇവിടെ കടുകുണ്ട്, ഉലുവ ഇടണം. കുറച്ച് ഉലുവ കടിക്കുമ്പോൾ കഴിക്കുന്നതുകൊണ്ട് അധികം ഉലുവ എടുക്കാറില്ല. ഇതാണ് നമുക്ക് കിട്ടിയ നല്ല നെയ്മീനാണ്. ഇത് കുറച്ച് കുടംപുളി ആവശ്യത്തിന്. പിന്നെ ഇത് തേങ്ങ അരച്ചതാണ്. തേങ്ങ അരച്ചതെന്ന് വെച്ചാൽ തേങ്ങായിൻ്റെ അകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഞാൻ ഉപ്പും കൂടി ചേർത്താണ് അരക്കുന്നത്. അതും കൂടിയിട്ട് അരച്ചാണ് ഈ അരച്ച പേസ്റ്റാണ്. ഇത് തേങ്ങാ പേസ്റ്റാണ്. മനസ്സിലായി? ഇത് തേങ്ങാ പേസ്റ്റ്. ഇത് ഇദ്ദേഹത്തെ അപ്പച്ചി മേടിച്ചു കൊടുത്ത പാത്രം, ഇങ്ങനെ കളിക്കാനായിട്ടൊക്കെ ഞാൻ കിച്ചണിൽ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്തിടാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ചൂടായി കഴിഞ്ഞ് നമ്മളുടെ ഉള്ളി അതെല്ലാം കൂടി ഇട്ട്, കരിവേപ്പില ഇല്ല, കരിവേപ്പിലയും കൂടി ഇടണം. കരിവേപ്പില കിട്ടിയില്ല, ഞങ്ങളുടെ കരിവേപ്പില മരം ഒടിഞ്ഞു പോയി, കാറ്റ് വന്നപ്പോൾ അത് ഒടിഞ്ഞു പോയി. അതുകൊണ്ട് കരിവേപ്പില മരം ഇല്ല. കരിവേപ്പില പുറത്തുനിന്ന് കരിവേപ്പില മേടിക്കാറില്ല ഞങ്ങൾ. കരിവേപ്പിലില്ല. ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം, നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എല്ലാം ഇട്ട് മൂപ്പിച്ച് അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുവാണ്. പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി മൂത്തമാണ്. ഇനി എന്താണ് പേസ്റ്റ് എടുക്കാം. തേങ്ങ അരച്ചത് അല്ലേ? തേങ്ങ അരച്ചത് അതിനകത്തേക്ക് ഇടാം. തേങ്ങ അരച്ചത് അതിനകത്തേക്ക് അരച്ച് കഴിഞ്ഞാൽ പച്ചറ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ജാനമ്മൻ്റെ ആളക്കനാടിന്ന് കളിക്കണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കണം. ഈ എണ്ണ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാം. നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വൃത്തി എരുമയൊക്കെയാണ് ഇരിച്ചു തുടങ്ങി. എപ്പോഴും അത് എനിക്ക് പാചകം ചെയ്യുമ്പോൾ ഇതെന്താ മോഹിക്കണേ? വെള്ളം ഒരു 1.5 ഗ്ലാസ് വെള്ളം. നമുക്ക് മീന് ചാറ് വേണ്ടേ? വേണ്ട ചാറാണ് വെച്ചിരിക്കുന്നത്. വെള്ളം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തിളക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഉണ്ടല്ലോ, ആ കുടംപുളി. ഇതിപ്പം മീന് മാംസമുള്ള മീനാണല്ലോ, ഇത് 2-3 കുടംപുളി ഇതിന് നല്ല പുളിയുള്ള കുടംപുളി. അതുകൊണ്ടാണ് ഞാൻ അത്രയും കുടംപുളി ഇട്ടിരിക്കുന്നത്. നല്ല പുളിയാട്ടം, അത്യാവശ്യം പുളിയാണ്. മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ജാനുവിന് ഉടുപ്പൊന്നും ഇല്ല, മഴ കഴിഞ്ഞുകൊണ്ട് ജാനു ഉടുപ്പൊന്നും ഇല്ലാതെ ജാനു ഇവിടെ വന്നിങ്ങനെ നിൽപ്പാണ്. ഹൃദയം ജാനു മീൻ വെക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. മീൻ കഴിക്കാൻ മീനാണ്. നെയ്മീൻ കണ്ടോ? ഞാൻ വെട്ടിത്തച്ച നെയ്മീനാണല്ല. നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. മീൻ എടുക്കലാണ്. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ
പാത്രങ്ങളൊക്കെ കഴുകുവാണ്. അപ്പം വെയിറ്റ് ചെയ്യണം. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇതൊന്ന് മൂടി വെച്ച് തീ കുറച്ച് വെച്ചിട്ടൊന്ന് ഒരു 10-20 മിനിറ്റ് 15 കൊണ്ട് നന്നായിട്ട് തിളയൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ വറ്റിയിട്ടുണ്ട്. അപ്പം ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. പുളിയും ഉപ്പൊക്കെ ഉണ്ടോ? പുളിയുപ്പും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടല്ല 2-3 പ്രായം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മള് കുറെ പ്രാവശ്യം വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.